മലയാളത്തിൻ്റെ വെള്ളിത്തിരയിലും സ്വീകരണ മുറികളിലും തനതായ അഭിനയ ശൈലി കൊണ്ട് ഇടം നേടിയ ഒരു പ്രിയ താരം കൂടി ഓർമ്മയാവുകയാണ്. സിനിമാ സീരിയൽ താരം സന്തോഷ് കെ നായരുടെ ദാരുണമായ വിയോഗവാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തികച്ചും അപ്രതീക്ഷിതമായി എത്തിയ ഈ വാർത്തയുടെ നടുക്കത്തിലാണ് മലയാള സിനിമാ ലോകം. അടൂർ ഏനാത്ത് MG റോഡിൽ രാവിലെ ഏകദേശം 6:30 മലയാളികളെ കണ്ണീരിലാഴ്ത്തിയ ദാരുണ അപകടം സംഭവിക്കുന്നത്. സന്തോഷ് കെ നായരും ഭാര്യ രാജലക്ഷ്മിയും സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് എതിരെ വന്ന പാഴ്സൽ റോഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പ്രഭാത സവാരിക്കിറങ്ങിയവരും നാട്ടുകാരും ഓടിക്കൂടിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുലർച്ചെയുള്ള യാത്ര ആയതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ വലിയ ദുരന്തത്തിന് കാരണമെന്നതാണ് പ്രാഥമിക നിഗമനം. ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി തകർന്ന കാറിൽ നിന്നും ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ഉടൻ തന്നെ അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിധി മറ്റൊന്നായിരുന്നു. ആ പ്രിയ കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞു. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഈ വലിയ അപകടത്തിൽ സന്തോഷിനോടൊപ്പം കാറിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പത്നി രാജലക്ഷ്മിക്കും പരിക്കേറ്റിട്ടുണ്ട്. നിലവിലവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എന്നാൽ അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നത് മാത്രമാണ് ഈ വലിയ ദുരന്തത്തിനിടയിലും ആശ്വാസം നൽകുന്ന വാർത്ത. 100-ലധികം സിനിമകളിലും അത്ര തന്നെ ടെലിവിഷൻ പരമ്പരകളിലും ചെറുതും വലുതുമായി നിരവധി വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സ് കവർന്ന നടനാണ് സന്തോഷ് കെ നായർ. നിലവിൽ തിയേറ്ററിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിലാണ് അദ്ദേഹം അവസാനമായി വേഷമിട്ടത്. ആ സിനിമയുടെ വിജയം കാണാൻ കാത്തു നിൽക്കാതെയാണ് വിധി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അഭിനയിച്ചു തീർത്ത വേഷങ്ങളിലൂടെയും ആ ഹൃദ്യമായ പുഞ്ചിരിയിലൂടെയും സന്തോഷ് കെ നായർ എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കും. മലയാള സിനിമാ ലോകത്തിന് നികത്താനാകാത്തൊരു നഷ്ടം തന്നെയാണ് സന്തോഷ് കെ നായരുടെ വിയോഗം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക.